മധ്യപൂർവേഷ്യയിൽ കനത്ത നാശം വിതച്ച 40 ദിവസം നീണ്ടുനിന്ന US-ഇറാൻ യുദ്ധത്തിന് വിരാമമിടാനുള്ള നിർണായക ചർച്ചകൾക്കായി ഇറാനിയൻ നയതന്ത്ര പ്രതിനിധികൾ സ്വിറ്റ്സർലൻഡിൽ വിമാനമിറങ്ങിയപ്പോൾ ലോകം ഞെട്ടലോടെയാണ് ആ കാഴ്ച കണ്ടത്. സമാധാന ചർച്ചകൾക്കായി എത്തിയ ഇറാന്റെ ഔദ്യോഗിക വിമാനത്തിൽ ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ഒരു പ്രത്യേക സന്ദേശം രേഖപ്പെടുത്തിയിരുന്നു. മിനാബ് 168 എന്ന ആ കോഡ് വാക്കുപോലും കേവലം ഒരു അടയാളമായിരുന്നില്ല, മറിച്ച് യുദ്ധക്കളത്തിലെ ചോരയും നയതന്ത്ര മേശയിലെ തന്ത്രങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇറാന്റെ ശക്തമായ ഒരു പ്രതിരോധ പ്രഖ്യാപനമായിരുന്നു അത്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം സൂറിച്ചിലെത്തിയപ്പോൾ ഈ സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മധ്യപൂർവേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 കരാർ നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക ചർച്ചകൾക്കാണ് ഇവർ സ്വിറ്റ്സർലൻഡിൽ ഒത്തുകൂടിയിരിക്കുന്നത്. എന്നാൽ ചർച്ചകൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തങ്ങളുടെ വിമാനത്തിൽ മിനാബ് 168 എന്ന് രേഖപ്പെടുത്തിയതിലൂടെ തങ്ങൾ ചർച്ചകൾക്ക് വന്നിരിക്കുന്നത് കീഴടങ്ങാനല്ല, മറിച്ച് തങ്ങളുടെ ജനത അനുഭവിച്ച ദുരന്തങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനാണെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ പ്രത്യേക വാചകം സ്വിസ് ചർച്ചകൾക്കെത്തിയ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന്റെ ഔദ്യോഗിക കോഡ് നാമമാണ്. അതേസമയം തന്നെ US-ഇറാൻ യുദ്ധത്തിനിടയിൽ ലോകത്തെ മുഴുവൻ നടുക്കിയ മിനാബ് സ്കൂൾ ആക്രമണത്തിൽ ഇരകളായവരോടുള്ള ആദരസൂചകം കൂടിയാണ് ഈ പേര് തിരഞ്ഞെടുത്തത്. യുദ്ധത്തിലെ ഏറ്റവും ക്രൂരവും വിവാദപരവുമായ ഈ സംഭവം ചർച്ചകൾക്ക് തൊട്ടു മുൻപ് അമേരിക്കയ്ക്ക് മേൽ വലിയൊരു നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ ഇറാന് ആയുധമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നായിരുന്നു ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കറുത്ത ദിനങ്ങളിലൊന്ന് സംഭവിച്ചത്. മിനാബിലെ ഷജേറ തയ്യബെ പ്രൈമറി സ്കൂളിന് നേരെ അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പിടഞ്ഞു വീണത് 100-ലധികം നിരപരാധികളായ കുട്ടികളായിരുന്നു. കുറഞ്ഞത് 175 പേരുടെ ജീവനെടുത്ത ആ വ്യോമാക്രമണം യുദ്ധത്തിന്റെ ഗതിയിലെത്തുന്നതിലും അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക വലിയ രീതിയിൽ ഒറ്റപ്പെടുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ആ ദുരന്തത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപാണ് നയതന്ത്ര ചർച്ചകളുടെ വേദിയിലേക്ക് ഇറാൻ ആ ഓർമ്മകളെ വീണ്ടും വലിച്ചിഴച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ മിസൈലുകൾ ഒരു വിദ്യാലയത്തിന് മേൽ പതിച്ചപ്പോൾ തകർന്നടിഞ്ഞത് ഒട്ടനവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ചോരപ്പൈതങ്ങളായ സ്കൂൾ കുട്ടികളായിരുന്നു. ഈ ആക്രമണത്തെ ഒരു യുദ്ധക്കുറ്റമായാണ് ഇറാൻ ഇപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിക്കാട്ടുന്നത്. തങ്ങളുടെ ഔദ്യോഗിക വിമാനത്തിൽ ഈ പേര് എഴുതി ചേർത്തതിലൂടെ അമേരിക്കയുടെ ക്രൂരതകളെ സമാധാന ചർച്ചകളുടെ മേശപ്പുറത്തും ചർച്ചയാക്കാൻ ഇറാന് സാധിച്ചു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതീവ ആസൂത്രണത്തോടെയാണ് ഈ നീക്കം നടത്തിയതെന്ന് വ്യക്തമാണ്. യുദ്ധകളത്തിലെ പരാജയങ്ങളോ നാശനഷ്ടങ്ങളോ തങ്ങളുടെ നയതന്ത്ര വീര്യത്തെ കുറച്ചിട്ടില്ലെന്ന് കാണിക്കാൻ ഇറാന് ഇതിലൂടെ സാധിച്ചു. സ്വിസ് അധികൃതരും മറ്റ് അന്താരാഷ്ട്ര നിരീക്ഷകരും ഈ സന്ദേശത്തിന്റെ ആഴം മനസ്സിലാക്കി അതീവ ജാഗ്രതയോടെയാണ് ചർച്ചകളെ വീക്ഷിക്കുന്നത്. ഒരു വശത്ത് സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിനാബ് സ്കൂൾ ആക്രമണം എക്കാലത്തും ഒരു വലിയ തിരിച്ചടിയാണ്. സാങ്കേതിക പിഴവ് മൂലം സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും ഇറാന്റെ ശക്തമായ മാധ്യമ പ്രചാരണങ്ങൾ മൂലം ലോകത്തിനു മുന്നിൽ അമേരിക്കയ്ക്ക് മറുപടിയില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ സമാധാന ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നത് US പ്രതിനിധി സംഘത്തിന് വലിയ നയതന്ത്ര അപമാനമായി മാറിയിരിക്കുകയാണ്. ചർച്ചകളിൽ ഇറാന് മേൽ വലിയ ആധിപത്യം സ്ഥാപിക്കാമെന്ന അമേരിക്കയുടെ മോഹങ്ങൾക്കാണ് ഇതിലൂടെ തിരിച്ചടിയേറ്റത്. മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ സഖ്യകക്ഷികളുടെ സുരക്ഷയും സ്വന്തം താല്പര്യങ്ങളും സംരക്ഷിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരവും സുരക്ഷാ ഉറപ്പുകളും വേണമെന്ന നിലപാടിലാണ് ഇറാൻ. 14 കരാറിന്റെ ഓരോ പോയിന്റും നടപ്പിലാക്കുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾ നേടിയെടുക്കാൻ ഇറാൻ ഈ മാനസികാധിപത്യം ഉപയോഗിക്കും. വിമാനത്തിലെ ആ ഒറ്റവരി സന്ദേശം കേവലം ഒരു പ്രതീകാത്മകമല്ല, മറിച്ച് ചർച്ചകളുടെ ദിശ നിർണ്ണയിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ്.